ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ്റെ മജ്ബൂസ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ തന്നെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. അപ്പോൾ നമ്മുടെ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയാൽ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചെമ്മീനാണ്. അത് ഞാനിവിടെ ഉപ്പും മുളകൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത ചെമ്മീൻ ഇതിൽ മസാലയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 കിലോ അരിയാണ് എടുത്തത്. അപ്പോൾ അരി എടുത്തതിൻ്റെ ഡബിൾക്ക് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണീൻ്റെ അരിയാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 കഷ്ണം പട്ട, ഏലക്കായ, ഗ്രാമ്പൂ എന്നിവയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ അതാ നമ്മുടെ വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റാനായിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മുടെ മജ്ബൂസ് ഇതാക്കുന്ന വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഞാനൊന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ തീൻ്റെ കനലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ ആയാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ശരിയായി കിട്ടും. അപ്പോൾ നമ്മുടെ മജ്ബൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായിട്ട് പുത്തൻ റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ, ടേക്ക് കെയർ.